സിനിമകളുടെ തിരക്കിലാണ് നടി ഉർവശി. തമിഴിലും മലയാളത്തിനും ഒന്നിനു പിറകെ ഒന്നായി ഉർവശിയുടെ സിനിമകൾ വരുന്നു. ഉർവശിയുടെ കരിയറിന് വലിയ പിന്തുണ നൽകിയ ആളാണ് ഭർത്താവ് ശിവപ്രസാദ്. ഭർത്താവിനെക്കുറിച്ചുള്ള പുതിയ അഭിമുഖത്തിൽ ഉർവശി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. "ഞാൻ വല്ലാതെ ചെലവാക്കുന്ന ആളാണ്. എൻ്റെ പേഴ്സിൽ 1,00,000 രൂപയുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്നും ഉണ്ടാകില്ല. അതിനാൽ എൻ്റെ ഭർത്താവാണ് ചിലവുകൾ ചെയ്യുക. ഞാൻ ഷോപ്പിങ്ങിന് പോകാറില്ല. സമ്പാദിക്കാനും ജീവിക്കുന്നതാണ്. ഒന്നും ചെലവാക്കാതെ ബാങ്കിൽ ഇട്ട് വെച്ചിട്ട് എന്ത് കാര്യം? എന്നാൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുകയും ഷോപ്പിംഗ് നടത്തുകയും ബ്യൂട്ടി പാർലറിൽ പോകുകയും ചെയ്യുന്ന ശീലം എനിക്കില്ല. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഏറെ നാളായി. ആർട്ടിസ്റ്റിന് അതെല്ലാം ആവശ്യമാണ്. എന്നാൽ ഞാൻ ചെയ്യുന്നത് നാച്ചുറൽ ക്യാരക്ടറുകൾ അതൊന്നും ആവശ്യമില്ല. മലയാളത്തിൽ അധികം മേക്കപ്പ് ഇടാൻ സമ്മതിക്കില്ല. അങ്ങനെ വന്നതല്ല, കുറച്ച് മേക്കപ്പ് ചെയ്താലും അധികം മേക്കപ്പ് ചെയ്യാത്ത പോലെ തോന്നുമെന്നും ഉർവശി പറയുന്നു. അന്തരിച്ച ഭർത്തൃമാതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മുമ്പൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ ഉർവശി സംസാരിച്ചിരുന്നു. സ്വന്തം അമ്മയെപ്പോലായിരുന്നു ഭർത്തൃമാതാവിനൊപ്പം നല്ല ഓർമ്മകൾ തനിക്കുണ്ടെന്ന് ഉർവശി പറയുന്നു. ജനം ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു നടി. ക്ലാസ്മേറ്റ്സിനെ പോലെയായിരുന്നു അമ്മയെ ഞാൻ വിളിക്കുന്നത്. ഹായ് മംഗളം, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും. സ്മാർട്ട് ആയിരിക്കുമെന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ എന്ന് പറയും. നാട്ടിൻപുറത്തെ അമ്മയാണ്. ഞാൻ വന്നാൽ ചേട്ടൻ്റെ അച്ഛനെ വിളിക്കും. അണ്ണാ ഇങ്ങോട്ട് വന്നേ, അവൾക്ക് പുഴുക്ക് കൊടുക്കാൻ വേണമെന്ന്, ചേനയും കാച്ചിലും ഒക്കെ പറിച്ചോണ്ട് വാ എന്നൊക്കെ പറയും. അതൊക്കെ പറമ്പിൽ തന്നെ ഉണ്ട്. എരിവുള്ള മുളകൊക്കെ ഇട്ട് പ്രത്യേക ചമ്മന്തി ഉണ്ടാക്കും. ആ ഹെയർ ഓയിൽ അമ്മ കഴിക്കും. അമ്മയ്ക്ക് കഴിച്ചുകൂടാ, ഷുഗറുണ്ട്, ഞാൻ കുറച്ചല്ലേ മക്കളെ കഴിക്കൂ എന്ന് ചോദിക്കും. അതിത്ര സ്നേഹമായിരുന്നു എന്നോട്. അവരുടെ പെൺമക്കളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം എന്നോടാണ് അമ്മ പറയുന്നത്.